നമസ്കാരം. ഞാൻ ആറ്റുകാൽ തമ്പി. കഴിഞ്ഞ 50 വർഷങ്ങളായി ഈ സിനിമാ രംഗത്തിരിക്കുന്ന ഒരാളാണ്. എൻ്റെ ഒരു പുതിയ ചിത്രം ഇപ്പോൾ ഈ ഡിസംബർ ലാസ്റ്റ് തിയേറ്ററിൽ എത്തിയിട്ടുണ്ട്. മമ്മൂട്ടി കമ്പനി നിർമ്മിച്ച ജിതിൻ ഡയറക്റ്റ് ചെയ്ത കളങ്കാവൽ എന്നാണ് ആ ചിത്രത്തിൻ്റെ പേര്. ഈ ചിത്രത്തിൽ ഞാനൊരു ഒറ്റ സീനിൽ നല്ലൊരു വേഷം ചെയ്തിട്ടുണ്ട്. നിങ്ങൾ എന്നെ തിരിച്ചറിയുമോ എന്നുള്ളത് എനിക്കറിയില്ല. അതിൽ ഭിക്ഷക്കാരൻ്റെ വേഷം ഞാനാണ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ടൈറ്റിലും എൻ്റെ പേര് എഴുതി കാണിക്കുന്നുണ്ട്. ഏതായാലും ആ ഭിക്ഷക്കാരൻ്റെ വേഷം ചെയ്തത് ഒരൊറ്റ രാത്രിയിൽ 2 മണിക്കൂർ കൊണ്ടുള്ള ഒരു ജോലിയായിരുന്നു. എറണാകുളത്തായിരുന്നു എൻ്റെ ഷൂട്ട്. ഈ പടത്തിലേക്ക് എന്നെ ഈ കഥാപാത്രം ചെയ്യാൻ കാസ്റ്റ് ചെയ്തത് നമുക്ക് ഏവർക്കും ചിരപരിചിതനായ പ്രൊഡക്ഷൻ കൺട്രോളർ അരോമ മോഹനാണ്. അദ്ദേഹവും ഞാനുമായിട്ടുള്ള ഒരു ബന്ധം വളരെ നാളത്തെ നീണ്ട ബന്ധമാണ്. സിനിമാ രംഗത്ത് എല്ലാവരുമായിട്ട് നല്ല ബന്ധമാണ് എനിക്ക്. അതുകൊണ്ട് തന്നെ എന്തായാലും ഈ ഒരു വേഷത്തിൽ എന്നെ ക്ഷണിച്ചു. ഞാൻ പോയി ചെയ്തു. മാന്യമായ പ്രതിഫലവും കിട്ടി. ഇത്രയും ഒരു ചെറിയ സീനാണെങ്കിൽ പോലും സകല ജനങ്ങളും എന്നെ തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ്. മേക്കപ്പിൽ പലർക്കും എന്നെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നീട് എൻ്റെ ആ ഒരു അഭിനയം, നമുക്ക് ആദ്യമായിട്ട് ഒരാളെ കൊല്ലാൻ വേണ്ടിയിട്ട് സയനൈഡ് പരീക്ഷിക്കുന്നത് എന്നിലൂടെ ആയതുകൊണ്ട് ആ കഥാപാത്രത്തിന് അത്രയധികം ഒരു ഇമ്പോർട്ടൻസ് കിട്ടി. ഞാൻ ഈ തിയേറ്ററിൽ പടം കണ്ട് ഇറങ്ങുമ്പോഴും ഇപ്പോൾ ഞാൻ ചലച്ചിത്ര അക്കാദമിയുടെ ഫിലിം ഫെസ്റ്റിവലിന് വേണ്ടി ടാഗോർ തിയേറ്ററിൽ പരിസരത്ത് നിൽക്കുമ്പോഴും എന്നെ ഒരുപാട് ആൾക്കാർ, ചലച്ചിത്ര അക്കാദമിയുടെ സെക്രട്ടറി അടക്കമുള്ളവരൊന്ന് മുക്തകണ്ഠം പ്രശംസിക്കുകയാണ് ചെയ്തത്. പിന്നെ ജഗദീഷ് ചേട്ടൻ, ബാലു കുര്യത്തേട്ടൻ, അങ്ങനെ തുടങ്ങി നമ്മുടെ സിനിമാ രംഗത്ത് ഒട്ടേറെ പേര് എന്നെ വിളിച്ചിട്ട് തമ്പി അത് വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ആ കഥാപാത്രം, ഇത്രയും ഗംഭീരമായിട്ട് തമ്പിക്ക് അഭിനയിക്കാൻ അറിയും എന്നുള്ളത് അറിഞ്ഞുകൂടായിരുന്നു. അതായത് തമ്പി നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് മുമ്പ് ഞാൻ പല പല വേഷങ്ങൾ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഈ 2025 തന്നെയാണ് ഭീമനർത്തകി ഇങ്ങോട്ട് വേതാളം സന്തോഷ് സംവിധാനം ചെയ്ത ഒരു ചിത്രം. അതിനകത്തും ഞാൻ ത്രൂഔട്ട് ഒരു വേഷമാണ് ചെയ്തത്. പിന്നെ നമ്മുടെ നേമം പുഷ്പരാജ് സംവിധാനം ചെയ്ത 2ാം യാമം, അതിനകത്ത് എന്നെ അഭിനയിക്കാൻ വിളിക്കുന്നത് AR കണ്ണൻ എന്ന പ്രൊഡക്ഷൻ കൺട്രോളറാണ്. അപ്പം ഇങ്ങനെ നമ്മുടെ സിനിമാ രംഗത്തുള്ള ഒട്ടേറെ പേര് എന്നെ മനസ്സിൽ സ്നേഹം സൂക്ഷിച്ചിട്ട് ഇപ്പോൾ ഈ എൻ്റെ ഈ വയസ്സായ കാലത്താണ് ഒട്ടേറെ നല്ല നല്ല കഥാപാത്രങ്ങൾ എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇനിയും എനിക്ക് നല്ല കഥാപാത്രങ്ങൾ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നന്നായിട്ട് തന്നെ ചെയ്യാൻ എനിക്ക് കഴിയും. പക്ഷേ ആര് തരാൻ? ഞാൻ എപ്പോഴും എല്ലാവരോടും പറയാറുണ്ട്, പണ്ടത്തെ നമ്മളെ ഒടുവിൽ ഉണ്ണിച്ചേട്ടനോ അല്ലെങ്കിൽ ശങ്കരാടി ചേട്ടനോ ഒക്കെ ഇതുപോലുള്ള കഥാപാത്രങ്ങൾ എനിക്ക് തരണേന്ന്. എല്ലാവരും നല്ല ബന്ധമാണ്. പക്ഷേ എന്ത് ചെയ്യാം, എൻ്റെ ചുഴിക്കുറ്റമായിരിക്കാം അല്ലെങ്കിൽ ഭാഗ്യക്കേടായിരിക്കാം, എനിക്ക് ഇന്നുവരെ ഉയരാൻ കഴിയില്ല. എന്നാലും ഞാൻ ഇപ്പോഴും ഈ രംഗത്ത് നിൽക്കുന്നതിൽ, എന്നെ നിർത്തുന്നതിൽ, എന്നെ സഹിക്കുന്നതിൽ, സഹകരിപ്പിക്കുന്നതിലൊക്കെ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. സന്തോഷം.